എന്താ പറയാ, എത്ര വലിയ പി സി ആണെങ്കിലും, എത്ര ലോ എൻഡ് പി സി ആണെങ്കിലും, എത്ര ഹൈ എൻഡ് പി സി ആണെങ്കിലും, ഏത് പി സി യൂസേഴ്സ് ആണെങ്കിലും, അതായത് ഇപ്പൊ തുടങ്ങാൻ പോകുന്ന ആൾക്കാരും അതുപോലെ തന്നെ കൊല്ലങ്ങളായിട്ട് പി സിയിൽ ഫ്രീ ഫയർ കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും ഉണ്ടാവുന്ന പ്രശ്നമാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് അത് ഒരിക്കലും എന്താ പറയാ ശരിയാക്കാൻ പറ്റാത്തൊരു പ്രശ്നമാണ് അത്. ഗൈസ്, ഇപ്പോൾ നിങ്ങൾ ഈ കേട്ട ഓഡിയോ എന്ന് പറയുന്നത് ഒരു സ്ട്രീമറിൻ്റെയാണ്. ഫ്രീ ഫയർ സ്ട്രീം ചെയ്യുന്ന ഒരു വ്യക്തിയുടെയാണ്. ആ ഒരു സ്ട്രീമറിൻ്റെ പേരാണ് റാഷിക് ഡിവി. അപ്പം റാഷിക്കിൻ്റെ ഈ ഒരു വോയിസ് ഞാൻ എന്തിനാണ് കേൾപ്പിച്ചതെന്ന് പറഞ്ഞുതരാം. ഇതിൻ്റെ തംബ്നെയിലും നിങ്ങൾ ടൈറ്റിലും കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണണം എങ്ങനെയാണ് നിങ്ങൾക്ക് ഫ്രീ ഫയർ നിങ്ങളുടെ ഏതൊരു ഗെയിമിംഗ് പി സിയിലും, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗെയിമിംഗ് പി സിയിലും എങ്ങനെ ലാഗ് ഇല്ലാതെ ഗെയിം കളിക്കാം. അതിനെന്തൊക്കെയാണ് ഈ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഈ സ്ട്രീമേഴ്സ് യൂസ് ചെയ്യുന്ന ടിപ്സ് എന്തൊക്കെയാണ്, സീക്രട്ട് ടിപ്സ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പറയാൻ പോകുന്നത്. പലരും, എനിക്കറിയാം, പല ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്പെക്കിൽ നമുക്ക് ഗെയിം കളിക്കാൻ പറ്റുന്നില്ല, പി സി എടുത്ത ആൾക്കാർക്ക് ഗെയിം ഇടുമ്പോൾ ഭയങ്കര ക്രാഷ് ആവുകയാണ്, നിങ്ങൾക്ക് സ്ട്രീം ചെയ്യാൻ പറ്റുന്നില്ല, ഗെയിം കളിക്കാൻ പറ്റുന്നില്ല, ഈ ഗെയിം ക്രാഷായി പോകുന്നു. സോ അതിൻ്റെ ആൻസറായിട്ട് ഇതാ ഗൈസ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു വീഡിയോ എല്ലാം അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് നോട്ട് പ്രൊമോട്ടിങ് ഫ്രീ ഫയർ ഗെയിം കളിക്കാനോ അല്ലെങ്കിൽ ആ ഒരു ഗെയിം നിങ്ങളിലോട്ട് കുറേ ആൾക്കാരിലോട്ട് എത്തിക്കാനോ അല്ല, എടുത്ത ആൾക്കാർക്ക് വേണ്ടിയും ഇനി അഥവാ സിസ്റ്റം എടുത്തിട്ട് ഫ്രീ ഫയർ കളിക്കണം എന്നുള്ളൊരു ലക്ഷ്യമായിട്ട് എടുക്കുന്നവർക്കും വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി മറ്റുള്ള ആൾക്കാരിലോട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, ദിസ് ഇസ് പ്രശാന്ത് ആവി ആൻഡ് യു ആർ വാച്ചിങ് GeekBoZ TV. ഗൈസ്, ആദ്യം തന്നെ ഫ്രീ ഫയർ ഗെയിം കളിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മിനിമം കുറച്ച് റിക്വയർമെൻറ്റ്സ് വേണം. അതിൽ എന്തൊക്കെയാണ് ആദ്യം നമുക്ക് റാഷിക്ക് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം തന്നെ പുള്ളി പറയുന്നുണ്ട് മിനിമം ഒരു 4 കോർ പ്രൊസസ്സർ എങ്കിലും വേണം. 4 കോറാണ് മിനിമം ഒരു ഗെയിമിങ്ങിന് നിങ്ങൾ റിക്കമെൻഡ്. ഞാൻ ആൾറെഡി നേരത്തെ ആയിട്ടുള്ള ഒരു വീഡിയോയിൽ ഞാൻ ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിത്തിൽ 4 കോർ എങ്കിലും നിങ്ങൾ മിനിമം ഗെയിമിങ്ങിലായിട്ടുള്ള ഒരു പി സി കാണുകയാണെങ്കിൽ 4 കോർ മിനിമം. അതിപ്പം ഇൻ്റലിൻ്റെ കോർ i3 എടുത്തു കഴിഞ്ഞാൽ പോലും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ജനറേഷൻ 10th ജനറേഷനൊക്കെ 4 കോറും ഇതൊക്കെയാണ്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. i5 എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി 6 കോറൊക്കെ ഉണ്ട്. അതേപോലെ റൈസൺ ആണെങ്കിൽ റൈസൻ്റെ 3200G തൊട്ട് മുകളിലോട്ട് എല്ലാം 4 കോറാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മിനിമം 4 കോർ എടുക്കാം. മിനിമം ആണ്. 6 കോർ എടുക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. റാം 8GB മിനിമം വേണം. 16ഉം 32 ഒന്നും ഞാൻ വേണമെന്ന് പറയുന്നില്ല. മിനിമം 8GB റാമാണ് റെക്കമെൻഡഡ് ആയിട്ട്. ഗ്രാഫിക്സ് കാർഡ് മിനിമം 2GB അതിൽ 4GB ഉണ്ടെങ്കിൽ അത്രയും ബെറ്റർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ സ്ട്രീമിംഗ് പി സി വരുവാണെങ്കിൽ 6GB കാർഡ് എടുക്കാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. ഇപ്പോൾ ഗെയിമിംഗ് മാത്രമാണെങ്കിൽ 4GB കാർഡ്. നിങ്ങൾ ഫേസ് ക്യാം ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു മിനിമം ഇത് കളിക്കാനായിട്ട് ഈ പുള്ളി ഉപയോഗിക്കുന്ന സ്പെക്ക് എന്ന് പറയുമ്പോൾ റൈസൺ 5 ആണ്. റൈസൺ 5 3500X ആണ്. 8GB റാം ഉണ്ട്. അതുകൂടാതെ 8 or 16 ആണ്. 16GB ആണെന്ന് തോന്നുന്നു, കാരണം 16GB അതെ 8ൻ്റെ 2 സ്റ്റിക്കാണ് പുള്ളി ഉപയോഗിക്കുന്നത്. 1650 ആണ് പുള്ളിയുടെ കാർഡ്. 4GB കാർഡാണ്. അത് വെച്ചിട്ടാണ് പുള്ളി ഫേസ് ക്യാം റെക്കോർഡ് ചെയ്തിട്ട് കണ്ടൻറ്റ് ലൈവ് സ്ട്രീം പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പെക്ക് നിങ്ങൾ മിനിമം നിങ്ങൾ മൈൻഡിലുണ്ടാവുക. ഈ ഒരു സ്പെക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്മൂത്തായിട്ട് ഗെയിം കളിക്കാൻ പറ്റും. ഗൈസ്, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന ഇമ്യുലേറ്റർ ഡിപ്പെൻഡൻ്റ് ആണ്. എല്ലാ ഗെയിംസും ഫ്ലുവൻ്റ് ആയിട്ട് കളിക്കാൻ പറ്റുമോ ഇല്ലയോ, അല്ലെങ്കിൽ ഈ ലാഗും എന്താ പറയുക ബഗ്ഗുകളൊക്കെ വരുന്നത് ഈ ഇമ്യുലേറ്ററാണ് മെയിൻ പ്രാധാന്യം. ഇമ്യുലേറ്ററും ഗെയിമും തമ്മിലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമ്യുലേറ്റർ നമ്മളിവിടെ ചൂസ് ചെയ്യേണ്ടത് BlueStack 5 ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ തന്നെയാണ്. നിങ്ങൾക്ക് BlueStack 3ലും 4ലും ഇഷ്ടം പോലെ ബഗ്ഗുകളുണ്ട് എന്ന് ആദ്യമേ കുറേ യൂട്യൂബേഴ്സ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളും അത് ടെസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ BlueStack 5 ആണ് അത്യാവശ്യം ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ളൊരു ഇമ്യുലേറ്റർ. ഗെയിം ലൂപ്പൊക്കെ നമുക്കറിയാം കുറേയൊക്കെ പ്രശ്നങ്ങളുണ്ട്, പലതും നിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റായിട്ട് ഇപ്പോൾ കറൻ്റ്ലി അറ്റ് പ്രസൻറ്റ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ജൂലൈ മാസമാണ് 2021. പിന്നീട് കാണുമ്പോൾ മേ ബി BlueStackൻ്റെ ലേറ്റസ്റ്റ് വേർഷനൊക്കെ ഉണ്ടാകും. ആ സമയത്ത് നിങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ തന്നെ പ്രിഫർ ചെയ്യുക. ചില വേർഷൻസിൽ ചില സബ് വേർഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിലൊക്കെ ചിലപ്പോൾ മൈനർ ബഗ്ഗുകളുണ്ടാവും. അത് റെഗുലർലി ഇവർ ഫിക്സ് ചെയ്യുന്നുണ്ടാവും. അത് റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇമ്യുലേറ്ററിൻ്റെ വേർഷൻ ചൂസ് ചെയ്യാൻ. ഗൈസ്, ആദ്യം അപ്പോൾ നമ്മുടെ ഇമ്യുലേറ്ററിൽ എന്തൊക്കെ സെറ്റിങ്സ് ആണ് ചെയ്യേണ്ടത്, എന്തൊക്കെ സെറ്റിങ്സ് ആണ് ഈ ഒരു റാഷിക് DB എന്ന പോലത്തെ ഒരു സ്ട്രീമർ ചൂസ് ചെയ്യുക, മിക്കവാറും ഉള്ളൊരു കോമൺ ആൻസർ ആണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ പി സിയിൽ നിങ്ങൾ സെറ്റ് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഇമ്യുലേറ്റർ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിൽ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ പെർഫോമൻസ് ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. പെർഫോമൻസ് എന്ന് പറയുമ്പോൾ അതിനകം ആ ഒരു വിൻഡോ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ CPU അലോക്കേഷൻ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ CPU അലോക്കേഷനിൽ ഹൈ ഫോക്കസ് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്.
അപ്പോൾ ഇതിന് താഴെയായിട്ട് നിങ്ങളുടെ കോറ് കുറവാണെങ്കിൽ നിങ്ങൾ അത് കണക്കാക്കി ചെയ്യുക. നിങ്ങളുടെ പ്രൊസസ്സർ അത്യാവശ്യം ഗെയിമിംഗ് റിലേറ്റഡ് ഞാൻ പറഞ്ഞ പോലെ 4 കോർ മിനിമം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈ ആയിട്ടുള്ള ഫോക്കസ് പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം. മെമ്മറി അലോക്കേഷനായിട്ട് ഇവിടെ 4GB ആണ് നമ്മൾ ഹൈ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. 8GB റാം ഉണ്ടെങ്കിലും നിങ്ങൾ 4GB കൊടുത്താൽ മതിയാവും. പിന്നെ ഫ്രെയിം റേറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞതായിട്ട് 1 FPS അങ്ങേറ്റം 240 ആണ് കിടക്കുന്നത്. നമ്മളിവിടെ 90 FPS, അത് നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് പോലെ ഇരിക്കും. അതുകൊണ്ട് ഇവിടെ റാഷിക്ക് പറയുന്നത് 90 FPS കൊടുക്കാനാണ്. അതുകൊണ്ട് തന്നെ 90 ഒരു സ്വീറ്റ് സ്പോട്ടാണ്, ഇൻ ബിറ്റ്വീൻ രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു എന്താ പറയുക FPS ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ 90 FPS കൊടുക്കാം. നിങ്ങളുടെ സിസ്റ്റം ഒരു 50K ആൻഡ് എബോ ആണെങ്കിൽ നിങ്ങൾക്ക് 90 കൊടുക്കാം മിനിമം. ഇനി താഴെ ഒരു 20,000-25,000 രൂപയ്ക്കുള്ള 3200G APU ബേസ്ഡ് PC ആണെങ്കിൽ നിങ്ങൾക്കൊരു 30 to 40 FPS മിനിമം കൊടുക്കാൻ പറ്റും കേട്ടോ. അത് നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ അല്ലെങ്കിൽ ഏത് കൂട്ടണം ഏത് കുറയ്ക്കണം എന്നുള്ളത് നിങ്ങൾ ട്യൂക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ FPS-ൻ്റെ വ്യത്യാസം അനുസരിച്ചിട്ടാണ് നിങ്ങൾ ട്യൂക്ക് ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഞാൻ പറയുകയാണ് 40 FPS കൊടുക്കാം, നിങ്ങൾക്ക് 35-ൽ ഓക്കെയാണ്, വേറെ സ്റ്റക്കും ലാഗൊന്നും ഇല്ലെങ്കിൽ 35-ൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം. അല്ല 40-ക്ക് മുകളിൽ പോകാൻ പറ്റുന്ന ഓവർക്ലോക്ക് ചെയ്ത് ചിലർക്ക് 40-ക്ക് മുകളിൽ കിട്ടുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ട്യൂക്ക് ചെയ്യാം. ഇതിന് മുമ്പ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ്ലി ഒരു കാര്യം ചെയ്യണം. ചില ആൾക്കാർ അത് വിട്ടു പോകാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വിട്ടതുപോലെ നിങ്ങൾ വിട്ടു പോകാൻ പാടില്ല. ആദ്യം തന്നെ PC-യിൽ വെർച്വലൈസേഷൻ എനേബിൾ ചെയ്യാം. ഓരോ PC-ക്കും ഓരോ രീതിയിലും ബയോസിൽ കയറിയിട്ടാണ് ചെയ്യേണ്ടത്. ഇവ AMD-ക്കായാലും ഇൻ്റലിലായാലും വെർച്വലൈസേഷൻ എനേബിൾ ചെയ്തിട്ട് നിങ്ങൾ ഇമുലേറ്റർ യൂസ് ചെയ്യാവൂ. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചില ആൾക്കാർ ഇത് ചെയ്യാതെ ആയിരിക്കും ഈ സ്റ്റെപ്പ് ചെയ്യുക, ഞങ്ങളെപ്പോലെ. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. വെർച്വലൈസേഷനാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്പുകൾ ചെയ്യേണ്ടത്. ഗൈസ്, അടുത്ത ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേയിൽ നമുക്ക് ഡിസ്പ്ലേ റെസൊല്യൂഷനാണ് സെറ്റ് ചെയ്യേണ്ടത്. പെർഫോമൻസ് ടെസ്റ്റ് ചെയ്തു, നിങ്ങൾ ആദ്യം വെർച്വലൈസേഷൻ കേട്ടോ. രണ്ടാമത് പെർഫോമൻസ് എന്നുള്ള ഓപ്ഷനാണ്. ഈ ഒരു എന്താ പറയുക നമ്മുടെ ബ്ലൂ സ്റ്റാക്കിനകത്തുള്ള സെറ്റിങ്സ് ആണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പം സെക്കൻഡായിട്ട് ഡിസ്പ്ലേ ഓപ്ഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിൽ ലാൻഡ്സ്കേപ്പ് കൊടുത്തിട്ട് നിങ്ങൾ ഓപ്ഷൻസ് കുറേ റെസൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് 960x540, പിന്നെ HD സെറ്റിങ്സ് ഉണ്ട്, ഫുൾ HD ഉണ്ട്, പിന്നെ 2K റെസൊല്യൂഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഫുൾ HD കൊടുത്താൽ മതി, 1920 × 1080p. കാരണം ഒരു 50-60K ചെയ്യുന്ന PC-യിൽ നമുക്ക് ഈ ഒരു റെസൊല്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം തെറ്റില്ലാതെ തന്നെ കളിക്കാൻ പറ്റും. പിന്നെ പിക്സൽ ഡെൻസിറ്റി ചോദിക്കുന്നുണ്ട്. പിക്സൽ ഡെൻസിറ്റിയിൽ 160 dpi ലോ ആയിട്ടും 240 dpi മീഡിയവും പിന്നെ 320 dpi ഹൈയും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഹൈ കൊടുക്കണ്ട, നിങ്ങൾ 240 dpi കൊടുക്കുക. ഇത് നമ്മുടെ DPI സെറ്റിങ്സ് ആണ്, അതായത് പിക്സൽ ഡെൻസിറ്റി മാത്രമാണ് കേട്ടോ. നിങ്ങൾക്കിനി എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ മൗസിൻ്റെ DPI സെറ്റിങ്സ് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. നിങ്ങളുടെ മൗസ് നിങ്ങൾക്ക് അതിനകത്ത് തന്നെ നിങ്ങൾക്ക് ട്യൂക്ക് ചെയ്യാം. അത് നിങ്ങളുടെ സോഫ്റ്റ്വെയർ വെച്ചിട്ടാണെങ്കിൽ സോഫ്റ്റ്വെയർ, ഗെയിമിംഗ് മൗസ് ആണെങ്കിൽ കേട്ടോ. ഇല്ല സ്വിച്ച് വെച്ചിട്ടാണെങ്കിൽ സ്വിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു പിക്സൽ DPI സെറ്റിങ്സ് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ഇത് ഈ ഒരു ഇമുലേറ്ററിൻ്റെ മാത്രം സെറ്റിങ്സ് ആണ്. ഇത് ഇതുപോലെ തന്നെ കൊടുത്ത് ശ്രമിക്കുക. ഗൈസ്, അടുത്തത് മൂന്നാമത്തെ ഓപ്ഷനാണ്. മൂന്നാമത്തത് ഗ്രാഫിക്സ് ആണ്. ഗ്രാഫിക്സ് ഓപ്ഷനിൽ ആദ്യം തന്നെ ഗ്രാഫിക്സ് എഞ്ചിൻ മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നമ്മൾ കോമ്പാക്റ്റബിലിറ്റി ഉണ്ട്, പെർഫോമൻസ് ഉണ്ട്. നമ്മളിവിടെ പെർഫോമൻസ് ആണ് ചൂസ് ചെയ്യേണ്ടത്, കോമ്പാക്റ്റബിലിറ്റി ഉള്ള കേട്ടോ. പെർഫോമൻസ് തന്നെ ചൂസ് ചെയ്യുക. അത് കഴിഞ്ഞ് ഗ്രാഫിക് റെൻഡർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓപ്പൺ GL കൊടുത്തിട്ടുണ്ട്, ഡയറക്ടെക്സ്. മിക്കവാറും ഉള്ള ആൾക്കാരും ഡയറക്ടെക്സ് ആയിരിക്കും ചൂസ് ചെയ്യുക. നിങ്ങൾ ഓപ്പൺ GL കൊടുക്കുക. കാരണം ഇത് പുള്ളിയുടെ സെറ്റിങ്സ് വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അതേപോലെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് കിട്ടുന്ന FPS എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അടുത്ത് ഇൻ്റർഫേസ് റെൻഡർ ഓട്ടോ ആയിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ASTC ടെക്സ്ചർ ബീറ്റ എഡിഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഡിസേബിൾ ചെയ്യുക, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ GPU ഇൻ യൂസ്, അത് പ്രിഫറബിളി GPU ഏതാണ് NVIDIAയുടെ GPU ആണെങ്കിൽ മാത്രമേ നിങ്ങളത് സ്വിച്ച് ഇൻ ചെയ്തിരുന്നാൽ മതി. ഇല്ല എന്നുണ്ടെങ്കിൽ അത് സ്വിച്ച് ചെയ്യേണ്ട. AMDയുടെ വേഗ ഗ്രാഫിക്സ് ആണെങ്കിലോ ഇല്ലെങ്കിൽ നിങ്ങൾ AMDയുടെ കാർഡ് RXൻ്റെ ഏതെങ്കിലും സീരീസ് ആണോ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങളത് സെലക്ട് ചെയ്യേണ്ട. അത് NVIDIAയുടെ കാർഡ്സ് യൂസ് ചെയ്യണമെങ്കിൽ മാത്രം അതൊന്ന് സ്വിച്ച് ചെയ്യുക. എന്നിട്ട് ചേഞ്ചസ് സേവ് ചെയ്യുക. സേവ് ചേഞ്ചസ് എല്ലാ സ്റ്റെപ്പിലും ചെയ്ത് പോയി കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ ഇൻ കേസ് നമ്മൾ എന്തെങ്കിലും ക്രാഷസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മാറാം, ആ സ്റ്റെപ്പിൽ നിന്ന് മാറാൻ പറ്റും. അതുകൊണ്ട് ഓരോ സ്റ്റെപ്പ് സെറ്റ് ചെയ്ത് തന്നെ അങ്ങോട്ട് പോവുക. ഗൈസ്, അടുത്ത നാലാമത്തത് നമുക്ക് പ്രിഫറൻസസ് ഡിവൈസ് സെറ്റിങ്സ് ആണ് കേട്ടോ. ഡിവൈസ് സെറ്റിങ്സ് എന്നാണ് അടുത്ത നാലാമത്തത്. അതിൽ കൊടുക്കേണ്ടത് ഡിവൈസ് പ്രൊഫൈലാണ്. ഡിവൈസ് പ്രൊഫൈലാണ് നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്യേണ്ടത്. ഡിവൈസ് പ്രൊഫൈലായിട്ട് ഇവിടെ റാഷിക്ക് പറയുന്നത്, നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഫോണിൻ്റെ ഡിവൈസ് പ്രൊഫൈലായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യുക. ചിലപ്പോൾ മേ ബി സാംസങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ മേ ബി ഐഫോൺ ആയിരിക്കാം, ഇല്ലെങ്കിൽ OnePlus ആകാം, എന്തും ആകാം. ഇവിടെ റാഷിക്കിൻ്റെ ഇരിക്കുന്ന ഒരു ഫോണ് വേറൊരു ഫോണാണ്, എൻ്റെ ഡിഫറെൻറ്റ് ഫോണാണ്. അപ്പോൾ ഇതുമായിട്ടൊരു ബന്ധമില്ല. പുള്ളി യൂസ് ചെയ്യുന്നത് ആസൂസിൻ്റെ ROG 2 എന്ന് പറയുന്ന പ്രൊഫൈലാണ് സ്വിച്ച് ചെയ്തിരിക്കുന്നത്, ഡിവൈസ് പ്രൊഫൈലായിട്ട്.
അതുകൂടാതെ അത് നിങ്ങളുടെ ആ ഒരു ആൻഡ്രോയിഡിൻ്റെ ഫ്രെയിം വർക്ക് ഫുള്ള് റീലോഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും മാറ്റരുത്. അസൂസിൻ്റെ ROG 2 ആയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നെറ്റ്വർക്ക് പ്രൊവൈഡറായിട്ട് നിങ്ങൾക്കറിയാം ഐഡിയ, വോഡഫോൺ, അതുപോലെ ജിയോ എല്ലാം ഉണ്ട്. നിങ്ങൾ വോഡഫോൺ കൊടുക്കുക. ഇത് എന്തുകൊണ്ട് വോഡഫോൺ സെലക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെറ്റിങ്സ് ഇതുപോലെ കൊടുത്തപ്പോൾ കുറച്ച് കാര്യങ്ങളിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അത് വന്നു എന്ന് പുള്ളിയുടെ ഒരു ഇതാണ്, എന്താ പറയുക, ഒരു വിശ്വാസമാണ്. അതുപോലെ പുള്ളി അത് അതേ രീതിയിൽ തന്നെയാണ് പറയുന്നത്. കാരണം പുള്ളി വേറെയും സെറ്റിങ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിലൊക്കെ ചെറിയ ചെറിയ മൈനർ ബഗ്ഗുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വോഡഫോൺ എന്ന് കൊടുക്കുക, ഡിവൈസ് പ്രൊഫൈൽ ആസൂസ് ROG 2 എന്നും കൊടുക്കുക. ഗൈസ്, ഇത്രയും സെറ്റിങ്സ് നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമ്യൂലേറ്ററിൽ ചെയ്യേണ്ട എല്ലാ സ്റ്റെപ്പുകളും ഇത്രയാണ്. ഇത്രയും കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്ത് ഗെയിമിനകത്തുള്ള സെറ്റിങ്സ് ആണ്. ഗെയിമിൽ ആദ്യം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. കീ മാപ്പിംഗ് നിങ്ങളെല്ലാം ഗെയിമിൻ്റെ സെൻസിറ്റിവിറ്റി, അതായത് നിങ്ങളെ മൗസ് നീക്കുന്നതിൻ്റെ സെൻസിറ്റിവിറ്റിയും കീ മാപ്പിംഗ് എല്ലാം ചെയ്യേണ്ടത് ഗെയിമിനകത്ത് മാത്രമാണ്. ഒരിക്കലും അത് ഇമ്യൂലേറ്ററിലൊന്നും എടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ ഇമ്യൂലേറ്റർ അല്ല ചെയ്യേണ്ടത്, ആ ഗെയിം ഡിപ്പെൻഡൻ്റ് ആണ്. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുള്ളത്, ഫ്രീ ഫയർ എന്നൊരു ഗെയിമിന് ഇമ്യൂലേറ്ററുമായിട്ട് കളിക്കാൻ ബ്ലൂ സ്റ്റാക്ക് വെച്ചിട്ട് കളിക്കുമ്പോൾ ഇഷ്ടം പോലെ ബഗ്ഗുകളുണ്ട്. അത് ബ്ലൂ സ്റ്റാക്ക് 3ലും 4ലൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു. മേ ബി 3ൽ ഭയങ്കര കൂടുതലും 4ൽ ഒരല്പം കുറവും 5ൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒപ്റ്റിമൈസ് ചെയ്തിട്ടാണ് അവർ ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്ത് മാറാം. അതുകൊണ്ട് തന്നെ എന്നും പറഞ്ഞ് നിങ്ങൾ സ്മൂത്തായിട്ട് എല്ലാം നടക്കും എന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട. ഇത് റാഷിക്ക് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. ഈ ഒരു ഗെയിമിന് മാത്രമുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അതൊരിക്കലും നിങ്ങളെ സിസ്റ്റം ബിൽഡ് ചെയ്ത ആൾക്കാരോടോ ഇല്ലെങ്കിൽ ഇത് സജസ്റ്റ് ചെയ്ത ആൾക്കാരോടോ അല്ലെങ്കിൽ എന്നോടോ ദയവ് ചെയ്ത് നിങ്ങൾ അതിൻ്റെ ദേഷ്യവും പകയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു ഗെയിമിന് അതിൻ്റേതായ ബഗ്ഗുകളുണ്ട്. ഇതെല്ലാം സഹിച്ചിട്ടാണ് ഈ സ്ട്രീമേഴ്സ് ആയിട്ടുള്ള എല്ലാവരും വീഡിയോസ് ചെയ്യുന്നത്. ഇത്രയും വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഫേമസ് ആയിട്ടുള്ള എല്ലാ സ്ട്രീമേഴ്സും ഈ ഇടയ്ക്ക് ചിലപ്പോൾ സ്റ്റക്കാവും. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇനി അതെങ്ങനെ എസ്കേപ്പ് ചെയ്യാം എന്നായിരിക്കും നമ്മുടെ അടുത്ത് പറയുന്നത്. ഗൈസ്, ആദ്യത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്നോർമൽ മൂവ്മെൻറ്റ്സ് ആണ്. അതായത് നിങ്ങൾ WASD ആണ് നിങ്ങൾ ഈ ഒരു കീബോർഡ് വെച്ചിട്ട് നിങ്ങൾ കളിക്കുമ്പോൾ, എമുലേറ്റർ കളിക്കുമ്പോൾ അങ്ങനെയായിരിക്കും യൂസ് ചെയ്യുക. ഫോണിൽ അങ്ങനെയല്ല, ജോയിസ്റ്റിക് പോലെ സംഭവമാണ്. അപ്പോൾ WASDയിൽ നമ്മൾ ഞെക്കുന്ന സമയത്ത് ഒരിക്കൽ നമ്മൾ ചിലപ്പോൾ ലെഫ്റ്റ് ഞെക്കുമ്പോഴത്തേക്ക് നമുക്ക് റൈറ്റ് പോകുന്ന ഒരു പ്രശ്നവും അബ്നോർമാലിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ സൈഡിലോട്ട് പോകുന്ന രീതിയിലും പോകുന്ന പല പ്രശ്നങ്ങളും അതുപോലെ, അതായത് അബ്നോർമലി മൂവ് ചെയ്യുന്ന അതൊരു എന്താ പറയുക ബഗ്ഗായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഓരോ വേർഷൻ ഇമ്യൂലേറ്ററിലും വ്യത്യസ്തമായിട്ടാണ്. ചിലതിൽ കൂടുതലായിരിക്കും, ചിലതിൽ കുറവായിരിക്കും. എപ്പോഴും ചിലതിൽ വരണമെന്നുമില്ല. ചില ആൾക്കാർക്ക് ഇത് വന്നിട്ടേ ഉണ്ടാവില്ല. പക്ഷേ ചില ആൾക്കാർക്ക് ഈ അവരുടെ സിസ്റ്റത്തിൻ്റെ സെറ്റിങ്സ് ഇതുപോലെ മാറിക്കിടക്കുമ്പോൾ ഇങ്ങനൊരു പ്രശ്നം കാണിക്കുന്നുണ്ട്, അബ്നോർമലായിട്ട് മൂവ് ചെയ്യുന്നത്. ഗൈസ്, രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാർജറ്റ് ലോക്കാണ്. അതായത് നമ്മളൊരു പർട്ടിക്കുലർ ടാർജറ്റിൽ ഒന്ന് സ്പോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇമ്യൂലേറ്റർ കളിക്കുമ്പോൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മളത് റിലീവ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അവിടെ ആ ടാർജറ്റിൽ ലോക്കായി കിടക്കാം. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാൻ പറ്റാതെ വരുന്ന കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട്. ഇതും ഈ ഒരു ഗെയിമിൻ്റെ ബഗ്ഗാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ PC വിൽ ബി ഫൈൻ. കാരണം PC ആയിട്ട് ഒരു ബന്ധവുമില്ല ഇതിൽ. ഇത് ആ ഒരു ഗെയിമിൻ്റെ എന്താ പറയുക നെറ്റ്വർക്ക് കണക്ഷൻ്റെയും കുറച്ച് ഇഷ്യൂസ് ഇതുപോലെ നിങ്ങൾ സെറ്റിങ്സിൽ അങ്ങോട്ടും കൂടെയൊക്കെ മാറിപ്പോകുന്നതിൻ്റെയും പ്രശ്നം കാരണം ഇങ്ങനത്തെ ഇഷ്യൂസും വരാറുണ്ട്. ഗൈസ്, മൂന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്നോർമൽ ആയിട്ടുള്ള സെൻസിറ്റിവിറ്റി ഇൻക്രീസും ഡിക്രീസുമാണ്. ഇപ്പം മിക്കവാറും ഉള്ള ഒരു ഗെയിമറും അല്ലെങ്കിൽ സ്ട്രീമേഴ്സും യൂസ് ചെയ്യുന്നത് 1600 DPI മൗസിൻ്റെ സെറ്റിങ്സ് ചെയ്യുക. അപ്പോൾ ചില സമയങ്ങളിൽ ഈ ബഗ് കാരണം എന്താ ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ മൗസ് ഒന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് സെൻസിറ്റിവിറ്റി കൂടിയതായിട്ടും ചില സമയങ്ങളിൽ സെൻസിറ്റിവിറ്റി കുറഞ്ഞതുമായിട്ടുള്ള ഒരു ഫീലുണ്ട്. അതും ഈ ഒരു ഗെയിമിൻ്റെ മാത്രം പ്രശ്നമായിട്ടാണ് റാഷിക്ക് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും നിങ്ങളുടെ PC-യുടെ പ്രശ്നമോ അല്ലെങ്കിൽ മൗസിൻ്റെ പ്രശ്നമോ അല്ല. ഇത് നിങ്ങളുടെ ഗെയിം ഇമ്യൂലേറ്ററിൽ കളിക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളാണ്. ഗൈസ്, ലാസ്റ്റ് പ്രശ്നം റാഷിക്ക് ഇവിടെ ചൂണ്ടിക്കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗെയിം നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സഡനായിട്ട് നിങ്ങളുടെ ബ്ലൂ സ്റ്റാക്കിൻ്റെ, അതായത് നിങ്ങൾ ഇമ്യൂലേറ്ററിൻ്റെ മെനുവിലോട്ട് പോവുക അല്ലെങ്കിൽ ഇമ്യൂലേറ്ററിൻ്റെ ആ ഒരു പേജിലോട്ട് പോകും. ഗെയിമിൽ നിന്ന് ലോഗൗട്ട് ആയ ഒരു ഫീൽ. അതായത് നിങ്ങൾ വിചാരിക്കും PC കംപ്ലൈൻറ്റ് ആയതുകൊണ്ടായിരിക്കും, PC-യുടെ RAM ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ സിസ്റ്റം അത്ര പവർഫുൾ അല്ലാത്തതുകൊണ്ടായിരിക്കും. ബട്ട് ഡെഫിനറ്റ്ലി അല്ല. നമ്മൾ ഈ പറഞ്ഞ സെറ്റിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലത്തെ ഒരു ഇഷ്യൂ വരും. ആ വരുന്ന ഇഷ്യൂ നിങ്ങളുടെ ബഗ് കാരണമാണ്. എപ്പോഴും വരില്ല കേട്ടോ. ചില സമയങ്ങളിൽ ചില ബ്ലൂ സ്റ്റാക്കിൻ്റെ വേർഷൻസിൽ അതിങ്ങനെ വരാറുണ്ട്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വേർഷൻസിൽ വളരെ കുറവാണ് ഈ ഒരു റിപ്പോർട്ട് വരുന്നത്. പക്ഷേ അതും ഒരു പോയിൻ്റായിട്ട് റാഷിക്കോടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആൻഡ് അതിന് ഒരു കൃത്യമായിട്ട് റാഷിക്കിൻ്റെ തന്നെ ഒരു ഓഡിയോ എൻ്റെ കയ്യിലുണ്ട്. അതും കൂടെ നിങ്ങൾക്ക് ഞാനത് കേൾപ്പിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അതിങ്ങനെ എല്ലാ ഇമ്യൂലേറ്റർ
വെർഷനിലൊന്നുമില്ല, ചിലതിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിപ്പോൾ ആവണോണ്ട് പറഞ്ഞാൽ നമ്മുടെ PC-ന്റെ പ്രശ്നമാണെന്ന് പറയാൻ പറ്റില്ല, അതൊരു ഇമുലേറ്ററിന്റെ പ്രശ്നമായിട്ട് പറയുന്നത്. അതായത് ഇതൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഈ ഗെയിമും ഇമുലേറ്ററുമായുള്ള പ്രശ്നമാണ്, അല്ലാണ്ട് PC-യുമായി ബന്ധപ്പെട്ട് ഒന്നും വരുന്നതല്ല. അപ്പോൾ പുള്ളീനെ പോലത്തെ ഒരു സ്ട്രീമർ തന്നെ നിങ്ങൾക്ക് ഈ ഓഡിയോ കേൾക്കുമ്പോൾ മനസ്സിലാവും. സ്ട്രീമർ തന്നെ ഇങ്ങനെ പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഇതിനപ്പുറത്തൊരു വെരിഫൈഡ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ഇതിൽ കാണിക്കാനോ ചൂണ്ടിക്കാണിക്കാനോ ഇല്ല. കാരണം ഫ്രീ ഫയറിൽ ഫേസ് ക്യാം ഉപയോഗിച്ച് ഒരു 50,000 റുപ്പീസിൻ്റെ PC-യിലാണ് പുള്ളി ഗെയിം കളിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി അതൊരു വെരിഫൈഡ് ആയിട്ടുള്ളൊരു ആൻസർ തന്നെയാണ് പുള്ളി പറഞ്ഞത്. ഗൈസ്, ഇത്രയും പ്രശ്നങ്ങൾ പറഞ്ഞു, ഇനി ഇതിൻ്റെ സൊല്യൂഷനും കൂടെ അറിയാനായിരിക്കും നിങ്ങൾ വിചാരിക്കുക. ഈ ഒരു വീഡിയോ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇതിൻ്റെ സൊല്യൂഷന് വേണ്ടിയാണ് നിങ്ങൾ കാത്തിരിക്കുന്നതെന്ന് മനസ്സിലായി. സൊല്യൂഷനായിട്ട് സീക്രട്ടായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ഈ സ്ട്രീമേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ടിപ്പാണ്. ഈ ഒരു ടിപ്പും കൂടെ ഇത് റാഷിക്കിൻ്റെ തന്നെ ഓഡിയോ തന്നെ നിങ്ങൾക്ക് കേൾക്കാം. അപ്പോൾ അതായിരിക്കും നല്ലത്, കാരണം ഞാൻ പറയുന്നതിനേക്കാൾ കുറച്ചും കൂടെ ക്ലാരിഫൈഡ് ആയിട്ട് പുള്ളി പറയുന്നുണ്ട്. ഞാനിപ്പോ ഈ പറഞ്ഞ ഒരു 3-4 പ്രശ്നങ്ങളുണ്ടല്ലോ, ആ ജോയ്സ്റ്റിക്ക് മുതൽ പറഞ്ഞ ആ ഒരു പ്രശ്നങ്ങളില്ലേ, ഒരു 4 അതൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നത് എങ്ങനെയാന്ന് വെച്ചാല് നമ്മള് എന്താ പറയാ, ഗെയിം കളിക്കുന്ന സമയത്ത് മൗസിന്റെ ആരോ അൺലോക്കും ലോക്കും ആക്കാനുള്ള ഒരു കീ സെറ്റ് ആക്കും. അത് ഓൾറെഡി ചിലപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ആക്കുന്ന സമയത്ത് ഓൾറെഡി ചിലപ്പോൾ ഡിഫോൾട്ട് ആയിട്ട് എന്താണ് F1 അല്ലെങ്കിൽ കൺട്രോളോ അങ്ങനെ ഏതെങ്കിലും ചിലപ്പോൾ കിടക്കുന്നുണ്ടാവുക. അപ്പൊ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അമർത്തിക്കൊണ്ട് ഇരിക്കണം. അപ്പോഴാണ് ഇതുപോലത്തെ ജോയ്സ്റ്റിക് ആയാലും അതുപോലെ തന്നെ സെൻസിറ്റിവിറ്റി പ്രശ്നം, എയിം ലോക്കുള്ള പ്രശ്നങ്ങളും ഈ പ്രശ്നങ്ങൾ 3 നമുക്ക് എന്താ പറയുക ഇല്ലാതാക്കാൻ പറ്റുന്നത്. കാരണം ഇതിങ്ങനെ ഫുൾ ടൈം അമർത്തിക്കൊണ്ടിരുന്നാലേ അത് ശരിയാവത്തുള്ളൂ, അല്ലാണ്ട് വേറെ ഒരു വഴിയില്ലാതെ എന്താ പറയുക വരാതിരിക്കാൻ. ഇപ്പൊ ഞാനിപ്പോ ഒരു 9 മാസമായിട്ട് കളിക്കലുണ്ട്, അതുപോലെ തന്നെ ഇപ്പൊ 3 കൊല്ലങ്ങളായിട്ട് കളിക്കുന്ന വലിയ പ്ലേയേഴ്സ് ഉണ്ട്. ആ പ്ലേയേഴ്സിന് വരെ ഇടയ്ക്ക് ചിലപ്പോൾ ജോയ്സ്റ്റിക്ക് ഇടയിൽ സെൻട്രലിലോട്ടാണ് വരും. ചിലപ്പോൾ അത് അവര് എപ്പോഴും സ്വിച്ച് അമർത്തിണ്ടാവും, എന്നാലും ബട്ട് അത് വരും. അത് എല്ലാവർക്കും ഉള്ളതാണ്, അത് നമുക്ക് ഒരിക്കലും നിർത്താൻ പറ്റത്തില്ല. അതിനുള്ള ഒരു എന്താ പറയാ ചെറുതായിട്ട് പരിഹരിക്കാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. അതായത് ഒരു ടിപ്പാണ് പുള്ളി പറയുന്നത്. ഇത് ഫുള്ളി മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പെൻസ് ആണ്. എന്നാലും റാഷിക്ക് ഇവിടെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ എയിം ലോക്ക്, അതായത് എയിം ലോക്ക് ടാർഗറ്റ് ലോക്ക് ചെയ്തിട്ട് നമ്മളവിടെ സ്റ്റക്കായി മാറുക, നമുക്ക് വേറെ അങ്ങോട്ടും നീക്കാൻ പറ്റാതെ വരിക, ഇല്ലെങ്കിൽ മൂവ്മെൻറ്റ് അതിന് ആ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലെഫ്റ്റ് വെക്കുമ്പോൾ റൈറ്റോട്ട് പോവുക, അല്ലെങ്കിൽ ആ ഒരു ജോയ്സ്റ്റിക്കിൻ്റെ അബ്നോർമൽ മൂവ്മെൻറ്റ്, അതുകൂടാതെ സെൻസിറ്റിവിറ്റിയുടെ ഇൻക്രീസും ഡിക്രീസും, ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ മൗസിൻ്റെ ലോക്കും അൺലോക്കിനും ഒരു സ്വിച്ച്, ഒരു ഷോർട്ട് കട്ട് കീ, അതായത് നിങ്ങൾക്ക് ഏത് സ്വിച്ച് വേണോ നിങ്ങൾക്ക് അതിനെ കീ മാപ്പിൽ ചെന്നിട്ട് ചെയ്താൽ മതി. അത് ഏതെങ്കിലും ഒരു സ്വിച്ചിലോട്ട് അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് ടോഗിൾ ചെയ്യുമ്പോൾ, അതായത് അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് മൗസ് ലോക്ക് ആവുകയും അൺലോക്ക് ആവുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് പരിഹരിക്കാമെന്നാണ് റാഷിക്ക് പറയുന്നത്. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്, ഞാനിപ്പോൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ ഇഷ്ടംപോലെ ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിലൊന്നിലും എന്താണ് പ്രശ്നം, എങ്ങനെയൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ മറികടക്കുക എന്നൊന്നും ആരും പറയുന്നില്ല. എല്ലാവരും ഇത് ബ്ലൂ സ്റ്റാക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, ഗെയിം ഇൻസ്റ്റാൾ ചെയ്യാം, നിങ്ങൾക്ക് ഗെയിം കളിക്കാം, ഇത്ര FPS കിട്ടും, അത്ര FPS കിട്ടും, ദാറ്റ്സ് ഇറ്റ്. എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ടിപ്സ് ഉപയോഗിക്കാം. അതുകൂടാതെ ഇനി ഇതേപോലത്തെ കണ്ടൻസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സ്ട്രീമിംഗ് റിലേറ്റഡ് ആയിക്കോട്ടെ, ഗെയിമിംഗ് റിലേറ്റഡ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം നമ്മളെ ഫോളോ ചെയ്യാം. ഇൻസ്റ്റാഗ്രാം ID ഈസ് ഗിവൻ ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. അതുപോലെ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് geekboz.in, നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഗെയിമിംഗ് പ്രോഡക്ട്സോ ഗെയിമിംഗ് കോമ്പണൻസോ വളരെ ചീപ്പസ്റ്റ് പ്രൈസിന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ചെക്ക് ദാറ്റ് ഔട്ട്. എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗൈസ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട, കാരണം ഉപകാരപ്പെടുന്നവരിലോട്ട് ഇതെത്തട്ടെ. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ദിസ് ഈസ് പ്രശാന്ത് ആവി സൈനിങ് ഓഫ്.